ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 1 വർഷം അല്ലെങ്കിൽ 2 വർഷം? ജെൻസി നൽകുന്ന ഉത്തരം മിക്കവാറും ഇങ്ങനെയാകും. ഒരു ജോലിയിൽ തന്നെ വർഷങ്ങളോളം തുടരുന്ന പരമ്പരാഗത രീതിയോട് ജെൻസിക്ക് താല്പര്യം കുറവാണെന്നാണ് പുതിയ ട്രെൻഡ് പറയുന്നത്. ഇതിന് പുതിയൊരു പേരുമുണ്ട്: ഓഫീസ് ഫ്രോഗിംഗ്. ഒരു വീഡിയോ മുഴുവൻ കണ്ടിരിക്കാനുള്ള അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ കണക്ക് തന്നെ ജോലിയും ജെൻസിക്ക് എളുപ്പം മടുക്കുകയാണ്. ഒരു ആമ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്ന തവളകളെ പോലെ അവർ ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുകയാണ്. ഈ ചാട്ടം കൊണ്ടാണ് ട്രെൻഡിന് ഓഫീസ് ഫ്രോഗിംഗ് എന്ന പേര് കിട്ടിയതും. 27 വയസ്സിൽ താഴെയുള്ളവരാണ് ചാട്ടത്തിൽ മെയിൻ. ഒരു കമ്പനിയിൽ തുടരുന്നതിന് പകരം ജോലി തന്നെ മാറുന്നതാണ് സാലറിയും സ്കില്ലും മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പ മാർഗമെന്നാണ് ഓഫീസ് ഫ്രോഗുകളുടെ പക്ഷം. ഓഫീസ് എൻവയൺമെന്റിൽ നിന്നും തങ്ങൾക്കിനി പഠിക്കാനും വളരാനും ഒന്നുമില്ലെന്ന് മനസ്സിലാകുമ്പോഴാണ് ജെൻസി ഈ ചാട്ടം തുടങ്ങുന്നത്. പുതിയ ജോലിയിൽ പുതിയൊരു റോളിൽ എത്തുമ്പോൾ അവർ കൂടുതൽ മെച്ചപ്പെടുകയാണ്. ഈ ഓഫീസ് ഫ്രോഗിംഗ് ഒരു പവർഫുൾ കരിയർ തന്ത്രമാക്കി മാറ്റാമെന്നാണ് കരിയർ എക്സ്പേർട്ടുകളും പറയുന്നത്. ഒരു ജോലി കിട്ടാൻ പെട്ടപാട് നമുക്കേ അറിയും. അപ്പോഴാണ് ജെൻസി ഉള്ള ജോലി കളഞ്ഞ് പുതിയ ജോലി തപ്പി നടക്കുന്നത്. എന്തായിരിക്കും ഇതിന് പിന്നിലുള്ള കാരണം? AI അധിഷ്ഠിത കമ്പനി CEO പീറ്റർ ഡെറിസ് ഫോബ്സ് മാഗസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ജോലി ലഭിക്കുമെന്ന വിശ്വാസത്തിന്റെ പുറത്ത് ഒരു ചാട്ടം നടത്തി നോക്കാൻ ജെൻസി ഭയപ്പെടുന്നില്ല. സാധാരണയായി തൊഴിൽ സുരക്ഷ ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഇഷ്ടമില്ലാത്ത ജോലിയിൽ കഷ്ടപ്പെട്ട് തുടരുന്നത്. മറ്റൊരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ കമ്പനി തേടുക ലോയൽ എംപ്ലോയികളെ ആയിരിക്കുമെന്നതും കാരണമാണ്. ഈ ജോബ് ഹോപ്പ് ചെയ്യുന്നവരെ വിശ്വസിച്ച് ജോലിക്കെടുക്കാൻ ഏതൊരു കമ്പനിയും ഒന്ന് മടിക്കും. നാളെ ഈ സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിപ്പോകില്ലെന്നതിൽ എന്തുറപ്പുണ്ടെന്നാകും അവരുടെ ചോദ്യം. പിന്നെ ജോലി തേടിയുള്ള അലച്ചിൽ കൂടുതൽ മാനസികാരോഗ്യ സമ്മർദ്ദങ്ങളിലേക്ക് നയിക്കുമെന്ന കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. എന്നാൽ സാഹചര്യങ്ങൾ മാറി. ജോലി സ്ഥലങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്നത് സ്കില്ലാണ്. അത് നൽകാൻ കഴിയുമെന്ന കോൺഫിഡൻസും ജെൻസിക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഇഷ്ടമില്ലാത്ത പണിയാണെങ്കിലും ജോബ് സ്പേസ് എത്ര ടോക്സിക് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന മില്ലേനിയൻസിനെ പോലെ അല്ല ജെൻസി. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ തുറന്നു പറഞ്ഞ് ഇറങ്ങി വരാനുള്ള ധൈര്യം അവർക്കുണ്ട്. ഇനിയൊരു ജോലി ലഭിക്കുമെന്ന ആത്മവിശ്വാസവും ഉണ്ട്. അതേസമയം ഈ ജോബ് ഫ്രോഗിംഗ് ചെയ്യുന്നവർക്ക് കരിയർ എക്സ്പേർട്ടുകൾ ചില നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊന്ന് തേടുന്നത് നിങ്ങളെ റെസ്യൂമയെ എങ്ങനെ ബാധിക്കുമെന്ന് ഓർമ്മിക്കുക. അടുത്ത ജോലി പൂർണ്ണമായും നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ടെന്നത് ഉറപ്പാക്കുക. ഇല്ലെങ്കിൽ ഇപ്പോഴുള്ളിടത്ത് തന്നെ തുടരുന്നതാകും ഉചിതമെന്നാണ് ഇവരുടെ നിർദ്ദേശം. ജോബ് ഇന്റർവ്യൂവിൽ മുൻ ജോലി സ്ഥലത്തെ നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കരുതെന്നും വിദഗ്ധർ ഉപദേശിക്കുന്നുണ്ട്.